നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകളുടെ ഒരുതരം അന്ധകാരം വ്യാപിക്കുന്നതായി തോന്നുമ്പോൾ അതിനുള്ളിൽ ഒരു പ്രകാശത്തിന്റെ കിരണം. അതെങ്ങനെ കണ്ടെത്താം? വരൂ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ആ വഴിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അല്ലേ, ചിലപ്പോഴൊക്കെ നമുക്കെല്ലാവർക്കും അങ്ങനെ തോന്നാറില്ലേ? നമ്മളൊരു തരം നെഗറ്റിവിറ്റിയുടെ നടുവിലാണ് ജീവിക്കുന്നതെന്ന്. എവിടെ നോക്കിയാലും അഴിമതി, സ്വാർത്ഥത, വഴക്കുകൾ ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ ഒരു തരം പ്രതീക്ഷയില്ലായ്മ നമ്മളെ വന്നു പൊതിയും. പക്ഷെ ഒരു നിമിഷം നമുക്ക് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയാലോ, ഈ പറയുന്ന അന്ധകാരത്തിന് നമ്മൾ വിചാരിക്കുന്നത്ര ശക്തിയുണ്ടോ? ഈയൊരു ചോദ്യമുണ്ടല്ലോ, അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയുടെ പ്രധാന കേന്ദ്രബിന്ദു. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് നേരിടുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത്, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ ഘോരമായ അന്ധകാരം, അതിനെക്കുറിച്ച് നമുക്കാദ്യം സംസാരിക്കാം. അതെ, സത്യം പറഞ്ഞാല് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിങ്ങനെ കാണുമ്പോൾ ശരിയുടെ വഴി ഏതാണ്, നന്മയുടെ വഴി ഏതാണെന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും. എല്ലാം ഒരു മൂടൽ മഞ്ഞിൽ മറഞ്ഞതുപോലെ, ഒരു വ്യക്തതയുമില്ലാത്തൊരവസ്ഥ. എന്നാൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്ധകാരം എന്ന് പറയുന്നത് സ്വന്തമായി നിലനിൽപ്പുള്ളൊരു ശക്തിയെയല്ല. അത് വെറുമൊരു അവസ്ഥയാണ്, പ്രകാശം ഇല്ലാത്തൊരവസ്ഥ, അത്രമാത്രം. അതിനർത്ഥമെന്താണെന്നോ, നമ്മൾ ഇരുട്ടിനോട് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. പകരം അവിടെ ഒരു കൊച്ചു വെളിച്ചം എത്തിച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ശൂന്യതയെ, ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് ശരിക്കും എന്താണ് ചെയ്യാൻ കഴിയുക? പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടു, ഇനി അതിന്റെ പരിഹാരത്തിലേക്ക് കടക്കാം, അല്ലേ? ഇതിനുള്ള പരിഹാരം വളരെ ലളിതമാണ്, പക്ഷേ അവിശ്വസനീയമാം വിധം ശക്തവുമാണ്. ഇരുട്ടിന് വെറുതെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിലും എത്രയോ നല്ലതാണ് ഒരു ചെറിയ വിളക്ക് കൊളുത്തുന്നത്. ഈ ഒരൊറ്റ ആശയം മതി നമ്മുടെ ചിന്തയുടെ ഗതിയെ തന്നെ മാറ്റാൻ. നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണിത്. ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുമുണ്ട്, ഈ കാലം ഒരു പോക്കാണ് എന്ന്. ചുറ്റുമുള്ളതിനെ കുറ്റം പറയാൻ എളുപ്പമാണ്. ആ തോന്നൽ ഒരു തരത്തിൽ സ്വാഭാവികവുമാണ്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ പരാതിക്കു പകരം ഈ ഒരാശയമൊന്ന് നോക്കൂ. ഒരൊറ്റ മെഴുകുതിരി കത്തിച്ചാൽ മതി ഒരു മുറിയിലെ മുഴുവൻ ഇരുട്ടിനെയും മാറ്റാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചെറിയ, വളരെ ചെറിയ ഒരു നല്ല പ്രവൃത്തിക്ക് ചുറ്റുമുള്ള ആ വലിയ നിഷേധാത്മകതയെ വെല്ലുവിളിക്കാൻ സാധിക്കും. ശരി, നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും. ചുറ്റും ഇത്രയധികം തിന്മകളുള്ളപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ആ ഒരു നന്മയും പരിശുദ്ധിയും കാത്തുസൂക്ഷിക്കും? നമുക്ക് ചേട്ടിൽ വിരിഞ്ഞ താമരയെപ്പോലെ ആകാൻ പറ്റുമോ? താമരയുടെ ഈയൊരു രൂപകം അത് അതിമനോഹരമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. അത് വളരുന്നത് മുഴുവൻ ചെളി നിറഞ്ഞ വെള്ളത്തിലാണ്. പക്ഷെ ആ ചെളിയിലെ ഒരംശം പോലും അതിന്റെ ഭംഗിയെയോ ആ ഒരു പരിശുദ്ധിയെയോ തൊടുന്നുപോലുമില്ല. ഇതാണ് ആ താമരയുടെ പിന്നിലെ തത്വചിന്ത. നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കണം എന്നത് നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. പുറത്തുള്ള സാഹചര്യങ്ങൾക്ക് നമ്മളെ മലിനമാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അതിനെ അനുവദിക്കണം, നമ്മൾ അതിനുള്ളിലേക്ക് കടത്തിവിടണം. അതുകൊണ്ട് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതിലല്ല, മറിച്ച് ഈ ലോകത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോഴും സ്വയം കളങ്കമേൽക്കാതെ പരിശുദ്ധമായി നിലനിൽക്കുന്നതിലാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ആന്തരിക പരിശുദ്ധിയും ശക്തിയും നമുക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ കഴിയുക? അതിനൊരു വഴിയുണ്ട്. നമ്മൾ നമ്മുടെ ചിന്തകളുടെ പന്തം തെളിയിക്കണം. സജ്ഞാനത്തിന്റെ വെളിച്ചം നമ്മൾ നേടണം. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. സജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. ഇതാണ് നമ്മുടെ വഴികാട്ടി. ശരിയേതാണ്, തെറ്റേതാണ് എന്ന് വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ വിവേകബുദ്ധിയാണിത്. ഈ വിവേകം ശരിക്കും ഒരു പന്തം പോലെയാണ്. നമ്മുടെ ശരിയായ ചിന്തകളാകുന്ന പ്രകാശം കൊണ്ട് അത് നമ്മുടെ മുന്നിലുള്ള വഴികളെ വ്യക്തമായി കാണിച്ചു തരും. അപ്പോൾ പിന്നെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ ചിന്തകളെ ശുദ്ധമായി സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ മുന്നോട്ടുള്ള വഴി കൂടുതൽ വ്യക്തവും എളുപ്പമുള്ളതുമായി മാറും. അത് താനേ തെളിഞ്ഞുവരും. ഇപ്പം നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്താൽ നമ്മൾ എവിടെയെത്തും? ഒരു ചെറിയ വിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് തുടങ്ങി നമ്മൾ സ്വയം ഒരു വിളക്കുമാടമായി മാറണം. അതെ, നിങ്ങളാണ് ആ മാറ്റം. ചുറ്റുമുള്ള ഇരുട്ട് മാറാൻ വേണ്ടി ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് കരുതി വെറുതെ കാത്തിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ആരെങ്കിലും വന്ന് എല്ലാം ശരിയാക്കുമെന്ന് കരുതരുത്. ആ മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, നിങ്ങളിൽ നിന്നാണ്. പ്രകാശത്തിലേക്കുള്ള ഈ യാത്രയെ നമുക്കൊരു 5 സ്റ്റെപ്പുകളായി ഓർത്തുവെക്കാം. ഒന്നാമത്തേത്, നമുക്ക് ചുറ്റും ഇരുട്ടുണ്ട് എന്ന് അംഗീകരിക്കാം.
2. അതിനെ പഴിക്കുന്നതിനു പകരം ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കുക. 3. ചേറ്റിലെ താമരയെപ്പോലെ നമ്മുടെ ആന്തരിക പരിശുദ്ധി വളർത്തിയെടുക്കുക. 4. ശരിയും തെറ്റും തിരിച്ചറിയാനായി നമ്മുടെ വിവേകബുദ്ധിയെ ഉണർത്തുക. ഒടുവിൽ 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, മറ്റുള്ളവർക്ക് വഴികാട്ടിയായി സ്വയം ഒരു പ്രകാശമായി മാറുക. ഇതാണ് നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും ശക്തമായ ആശയം. ഒരു മെഴുകുതിരി കത്തിക്കുന്ന ആളിൽ നിന്ന് നിങ്ങൾ സ്വയം ഒരു പ്രകാശ സ്രോതസ്സായി മാറുന്നു. നിങ്ങളുടെ നന്മയുടെ വെളിച്ചം അത്രയധികം തീവ്രമാകുമ്പോൾ ഇരുട്ടിനവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് താനേ വഴിമാറിത്തരും. അതുകൊണ്ട് ഞാൻ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിക്കാൻ പോകുന്ന ആ നന്മയുടെ ആദ്യത്തെ കിരണം അതെന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.